എല്ലാവരും ആദ്യം ഈ ഫോളോയിങ് മെസ്സേജ് വായിക്കുക. നമ്മളെ കൊണ്ടാവുന്ന എന്ത് സഹായവും, അത് ചെറുതോ വലുതോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ നോക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. പ്രീ വർക്കൗട്ട് മീൽ, പോസ്റ്റ് വർക്കൗട്ട് മീൽ, ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണോ അത് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? നമ്മൾ വർക്കൗട്ടിന് മുമ്പേ നമ്മുടെ ബോഡിക്ക് എന്താണോ കൊടുക്കുന്നത്, ചിലപ്പോൾ സപ്ലിമെന്റ് ആയിരിക്കാം, ഭക്ഷണമായിരിക്കാം, ജ്യൂസ് ആയിരിക്കാം, കോഫി ആയിരിക്കാം, ഏതാണെങ്കിലും ഇതിനെ പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയും. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് അനലൈസ് ചെയ്യും. നിങ്ങൾ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്, എംപ്റ്റി സ്റ്റൊമക്ക്. യെസ്, എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയം എന്തായാലും ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കും. നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, നിങ്ങൾ രാത്രി കഴിച്ച ഭക്ഷണം ദഹിച്ചും കാണും. ഈ ഒരു സ്റ്റേറ്റ് നിങ്ങൾ ഭയങ്കര റീഫ്രഷ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ഹൈ ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്കൗട്ടിന്റെ പകുതി എത്തുമ്പോൾ നിങ്ങൾക്ക് എനർജി ഡിപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ ത്രൂ ഔട്ട് ദ ഡേ ഭയങ്കര ഉറക്ക ക്ഷീണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ട് മീലും ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് ഒരു ഇൻസ്റ്റന്റ് എനർജി കിട്ടാനായിട്ട് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ യൂസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ അത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം. നമ്മുടെ ബോഡിക്ക് അധികം റിയാക്ഷൻസും വരാൻ പാടില്ല. അതായത് നിങ്ങൾ കുടിക്കുന്ന ബ്ലാക്ക് കോഫി ആണെങ്കിൽ പോലും അതിന്റെ അളവ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ബോഡിക്ക് ഒരു ടോളറൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും. സോ അതൊരു അഡിക്റ്റീവ് എലമെന്റ് ആയി മാറാനും ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മുടെ ബോഡിയുടെ സ്വഭാവം അത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ പ്രീ വർക്കൗട്ട് മീലും പോസ്റ്റ് വർക്കൗട്ട് മീലും പ്ലാൻ ചെയ്യാവും. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പുഷ് ചെയ്യാനും പറ്റും. താങ്ക് യു.